മൈസൂരുവിൽ നടന്ന സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററിന്റെ ഉദ്ഘാടന വേദി. രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരുടെയും മാധ്യമങ്ങളുടെയും കണ്ണുകൾ ആ വേദിയിലേക്ക് തറഞ്ഞു നിന്ന നിമിഷങ്ങളായിരുന്നു അത്. കാരണം മറ്റൊന്നുമല്ല, ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറുവശത്ത് കർണാടക രാഷ്ട്രീയം കണ്ട ഏറ്റവും തന്ത്രശാലിയായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ DK ശിവകുമാർ. ഭാരതീയ ജനതാ പാർട്ടിയുടെ പരമോന്നത നേതാവും കോൺഗ്രസിന്റെ കരുത്തനായ തന്ത്രജ്ഞനും ഒരേ വേദിയിൽ മുഖാമുഖം നിൽക്കുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങളോ കടുത്ത വാക്കുകളോ പ്രതീക്ഷിച്ചവർക്ക് മുന്നിലേക്ക് തികച്ചും വ്യത്യസ്തവും അതേസമയം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ളതുമായ ഒരു കാഴ്ചയാണ് DK ശിവകുമാർ സമ്മാനിച്ചത്. സംസാരിക്കാൻ കിട്ടിയ 5 മിനിറ്റ് സമയം കൊണ്ട് പ്രധാനമന്ത്രിയെയും വേദിയിലെ അന്തരീക്ഷത്തെയും DK ശിവകുമാർ കൃത്യമായി കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാൻ. തനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ രാജ്യത്തോട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഉള്ളതിനാൽ തന്റെ വാക്കുകൾ വെറും 5 മിനിറ്റിൽ ഒതുക്കുകയാണെന്ന മുഖവരയോടെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ഒറ്റനോട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് നൽകിയ വലിയൊരു ബഹുമാനമായി അല്ലെങ്കിൽ പ്രശംസയായി ഇത് തോന്നാമെങ്കിലും അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ടായിരുന്നു. എതിർപ്പുകളോ പരസ്യ വിമർശനങ്ങളോ ഉന്നയിച്ച് അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് പകരം പ്രധാനമന്ത്രിയുടെ പദവിയെ മുൻനിർത്തി തന്നെ കർണാടകയുടെ ആവശ്യങ്ങളെ സാമർത്ഥ്യത്തോടെ ഉന്നയിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് തനിക്ക് ലഭിച്ച ചുരുങ്ങിയ സമയം കൊണ്ട് കർണാടക എന്ന സംസ്ഥാനത്തിന്റെ ഭാവി മുന്നിൽ വെച്ച് അത്യന്തം ഗൗരവമുള്ള ഒരു അഭ്യർത്ഥനയാണ് ശിവകുമാർ മുന്നോട്ട് വെച്ചത്. കർണാടകയുടെ പുരോഗതിക്കും വികസനത്തിനും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ വേണം. വികസന കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്നിച്ചു പ്രവർത്തിക്കാൻ കേന്ദ്രം തയ്യാറാകണം. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തികഞ്ഞ ഉദാര മനസ്കത കാണിക്കണമെന്നും മുഴുവൻ കർണാടക ജനതയെയും വികസന കാര്യങ്ങളിൽ ഒപ്പമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യാതൊരു തടസ്സവുമില്ലാതെ തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ കേന്ദ്രത്തിന്റെ ബാധ്യതയെയും സംസ്ഥാനത്തോടുള്ള ഉത്തരവാദിത്തത്തെയും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പരസ്യമായി ഓർമ്മിപ്പിക്കാൻ DKക്ക് സാധിച്ചു. സ്വാമി വിവേകാനന്ദൻ 1892 മൈസൂരു സന്ദർശിച്ച ചരിത്ര സ്മരണകൾ പുതുക്കിയ വേദിയായിരുന്നു അത്. പ്രധാനമന്ത്രി സ്മാരകം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും വൃക്ഷത്തൈ നടുകയൊക്കെ ചെയ്ത ചടങ്ങിൽ വൈകാരികതയേക്കാൾ ഭരണപരമായ തന്ത്രങ്ങൾക്കാണ് DK ശിവകുമാർ മുൻഗണന നൽകിയത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായത് നേടിയെടുക്കാൻ നയതന്ത്രപരമായ ഭാഷ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വാക്കുകൾ. ചുരുക്കത്തിൽ വാക്പോരുകൾക്ക് പകരം ബഹുമാനത്തിൽ പൊതിഞ്ഞ നയതന്ത്രത്തിലൂടെ 5 മിനിറ്റ് കൊണ്ട് പ്രധാനമന്ത്രിയെയും സദസ്സിനെയും ഒരുപോലെ അമ്പരപ്പിക്കാനും സംസ്ഥാനത്തിന്റെ ആവശ്യം വ്യക്തമായി രേഖപ്പെടുത്താനും DK ശിവകുമാറിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല.